സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ദുരിതത്തിലായിരിക്കുകയാണ് വൃക്കരോഗികൾ. വൃക്കരോഗികൾക്ക് സർക്കാർ അനുവദിച്ച സമാശ്വാസ പെൻഷൻ മുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. വൃക്കരോഗികൾക്ക് സർക്കാർ അനുവദിച്ച സമാശ്വാസ പെൻഷൻ മുടങ്ങിയിട്ട് 3 വർഷങ്ങൾ പിന്നിട്ടു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 2000-ലധികം വൃക്കരോഗികളുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാസം 1100 രൂപയാണ് പെൻഷൻ തുക. പെൻഷൻ ലഭിക്കാത്തത് മൂലം നിരവധി രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നാണ് രോഗികൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുവമോർച്ച. സാധാരണക്കാരായിട്ടുള്ള വൃക്കരോഗികൾക്ക് അവർക്ക് മരുന്ന് വാങ്ങാനും മറ്റു ചെലവുകൾക്കുമുള്ള ഒരു ആശ്വാസമായിരുന്നു ഈ പദ്ധതി എന്നത്. എന്നാൽ ഈ പദ്ധതി വീണ്ടും ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതിനോ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കാതെ സർക്കാർ വലിയ ആഡംബര സദസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരാതികൾക്കൊന്നും ചെവി കൊടുക്കാതെ മന്ത്രിമാർ മുന്നോട്ട് പോകുന്നത് ഈ വൃക്കരോഗികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊടിയ വഞ്ചനയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 1000-ഓളം രോഗികൾ പെൻഷന് വേണ്ടിയുള്ള പുതിയ അപേക്ഷകൾ നൽകി കാത്തിരിപ്പ് തുടങ്ങിയിട്ടും വർഷങ്ങളായി. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് സംഘടനകളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.